എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതി കിരൺ. ഇത് നമ്മുടെ 13ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശംഖുപുഷ്പം ഫ്ലവർ എക്സ്ട്രാക്ട് വെച്ചിട്ടുള്ള ഒരു ഷാംപൂ ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ശംഖുപുഷ്പം ഫ്ലവറിൻ്റെ എക്സ്ട്രാക്റ്റിൽ ഒരു സോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 6ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും പോയി കാണുക. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫ്ലവർ എക്സ്ട്രാക്റ്റിൽ ഒരു ഷാംപൂ ആണ്. ഓൾറെഡി നമ്മളൊരു ഹെർബൽ ഷാംപൂ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ആവശ്യക്കാർ പോയിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ ഷാംപൂലോട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുള്ളത് ഇത് ഷാംപൂ ബേസ് ആണ്. ഷാംപൂ ബേസ് 100 ഗ്രാം ഷാംപൂ ബേസ് എടുത്തിട്ടുണ്ട്. ഇത് ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവറാണ്. ഇത് ഞാൻ രാവിലെ DM വാട്ടറിൽ രാവിലെ ഡിപ്പ് ചെയ്ത് വെച്ചതാണ്. ഇതൊരു ഉച്ച സമയത്താണ് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ നല്ലപോലെ ആ വെള്ളത്തിൽ ഇറങ്ങി നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ചും കൂടി നമ്മൾ DM വാട്ടർ ആഡ് ചെയ്യും. അതിലുള്ള DM വാട്ടർ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പാത്രത്തിൽ ഇതിനൊന്ന് വറ്റിച്ചെടുക്കും. ഈ കളർ മൊത്തം ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങണം. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോസസ്സിലോട്ട് പോകാം. സ്റ്റവ് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഈ ഒരു ഫ്ലവറിനെ ഞാൻ ഈ ഒരു വാൽപാത്രത്തിലോട്ട് ഒഴിക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലവർ നല്ല തിളച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഇതാ ഇങ്ങനെ ഇറങ്ങി. ഇതിൻ്റെ ഒരു പരുവെന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലവറിൻ്റെ കളറ് മൊത്തം ഈ വെള്ളത്തിലോട്ട് ഇറങ്ങുക, ഈ DM വാട്ടറിലോട്ട് ഇറങ്ങുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇപ്പോഴും നമുക്ക് പൂവിനൊരു ചെറിയ ബ്ലൂ കളർ ഉണ്ട്. അപ്പം അതും കൂടി ഒന്ന് മാറിക്കോട്ടെ. എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വാങ്ങി വയ്ക്കാം. ഇത് അത്യാവശ്യം നല്ല വറ്റി വന്നിട്ടുണ്ട്. നല്ല ബ്ലൂ കളർ ഈ DM വാട്ടറിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ്. ഇത് വാങ്ങി വയ്ക്കാൻ പോവാണ്. നമ്മുടെ ഫ്ലവർ എക്സ്ട്രാക്റ്റ് ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് അരിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് തണുത്ത ശേഷമാണ് കേട്ടോ. അത് തണുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷെൽഫ് ലൈഫ് നമുക്ക് ഷാംപൂവിന് കുറച്ച് നാൾ ഇരിക്കണ്ടേ ഷാംപൂ. അപ്പോൾ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സോഡിയം ബെൻസോയേറ്റ്, ഫുഡ് ഗ്രേഡ് പ്രിസർവേറ്റീവ് ആണ്, സോഡിയം ബെൻസോയേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 80 ml ആണ് എനിക്ക് ഈ ഒരു എക്സ്ട്രാക്റ്റ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ 100 ഗ്രാമിൻ്റെ ഈ ഒരു ഷാംപൂ ബേസിലോട്ട് ഞാൻ 80 ml ആണ് ഈ ഫ്ലവർ എക്സ്ട്രാക്റ്റ് എടുക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഞാനൊരു 1.5 ഗ്രാമിനോടടുത്ത് സോഡിയം ബെൻസോയേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. സോഡിയം ബെൻസോയേറ്റ് ഇതിൽ അലിഞ്ഞു ചേരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഷാംപൂ ബേസിലോട്ട് ആഡ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ വെജിറ്റബിൾ ഗ്ലിസറിൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. നൂറ് ഗ്രാമിൻ്റെ ബേസിലോട്ട് 1 ഗ്രാം വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട്. PQ7 കണ്ടീഷനിങ് ഏജൻ്റ് ആണ്. 1.5 ഗ്രാംസ് ആഡ് ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യുന്നവർ മിനി സ്കെയിലിൽ മെഷർ ചെയ്തതിന് ശേഷം ചെയ്യാം. ഒരു 1 ml അലോവേര എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. $1 ml തന്നെ നമ്മൾ റോസ് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി വൈറ്റമിൻ ഇ ആണ്. കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഇ ഓയിലാണ്. ഒരു ഡ്രോപ്പ്, വലിയൊരു ഡ്രോപ്പ്. ഇനി നമ്മുടെ ഈ ഒരു ഫ്ലവർ എക്സ്ട്രാക്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. നല്ലപോലെ
നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഷാംപൂ ബേസും ഈ ഒരു ഫ്ലവർ എക്സ്ട്രാക്റ്റും കൂടിയിട്ട് നല്ലപോലെ ബ്ലെൻഡായി വരണം. അതിനുശേഷം നമ്മൾ ഫ്രാഗ്രൻസ് ആഡ് ചെയ്യുന്നുണ്ട്. തിളക്കും തോറും ഇതിൻ്റെ തിക്നെസ് കൂടി വരും. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ചേഞ്ച് ആവുന്നത് കാണാം. ഞാൻ ബേസിലോട്ട് ആ ഫ്ലവർ ചെന്നപ്പോൾ ചെറിയൊരു കളറിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, എന്നാലേ അത് അങ്ങോട്ട് ബ്ലെൻഡായി വരുള്ളൂ. ഇനി നമ്മൾ ഫ്രാഗ്രൻസ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഫ്രാഗ്രൻസ് 1 മുതൽ 2 ml വരെ ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എങ്ങനെ സ്മെല്ല് വേണ്ടതെന്നനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിലോട്ടുള്ള ഫ്രാഗ്രൻസ് ആഡ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് പതഞ്ഞ് വന്നോട്ടെ. നമ്മളൊരു 1 hour ഇത് റെസ്റ്റിന് വിട്ട് കഴിഞ്ഞാൽ ഇതൊരു ക്ലിയർ ആയിട്ട് വരും, ഷാംപൂ ക്ലിയർ ആയിട്ട് വരും. ആ സമയത്ത് നമുക്ക് ബോട്ടിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഷാംപൂ. ഇത് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവും, കുറച്ച് സമയം കൂടി വെച്ചാൽ കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവും. ഞാൻ ബോട്ടിലോട്ട് ആക്കിയിട്ടുണ്ട്. 2 ബോട്ടിൽ ഷാംപൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ശംഖുപുഷ്പം ഷാംപൂ ഇതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിലും കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കുക. എല്ലാത്തിനും ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം മറ്റുള്ളവരിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുക. വീട്ടമ്മമാർക്ക് വരുമാനമാർഗം ആവുന്ന തരത്തിലുള്ള ഒരുപാട് വീഡിയോസ്, സോപ്പ് മേക്കിംഗ് ആയിട്ടും ഷാംപൂ മേക്കിംഗ് ആയിട്ടും ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.